നമസ്കാരം. കൈപ്പശ്ശേരി ഗോവിന്ദമ്പുരി. ഈ നമ്മൾ പണ്ട് ദേവീമാഹാത്മ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദേവീമാഹാത്മ്യത്തിൻ്റെ ജപത്തെക്കുറിച്ചും ദേവീമാഹാത്മ്യത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മുൻപ് സംവദിച്ചിട്ടുണ്ട്. എന്നാലും നിരവധി സംശയങ്ങൾ അവിടെ പിന്നെയും ബാക്കി നിൽക്കുന്നു. പലരുടെയും ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും ആദ്യം ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ പറയാം. ഞാനുമായിട്ട് വളരെ, അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേവി മാഹാത്മ്യം തിരുമേനി എന്ന് ഞങ്ങൾ 11 അധ്യായം വായിക്കും, തിരുമേനി ഞങ്ങൾ 12 അധ്യായം വായിക്കും, ഞങ്ങൾ 5 അധ്യായം വായിക്കും, ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അത് തന്നെ വളരെ തെറ്റാണ്. കാരണം ഒരു 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 എന്താ പറയണേ, ഒരു തുടക്കം തൊട്ട് അവസാനം വരെ എന്ന് പറയുന്നതാണ് ദേവി മാഹാത്മ്യം. 1 അധ്യായം തൊട്ട് അത് 13 അധ്യായം വരെ എത്തുമ്പോഴാണ് ദേവി മാഹാത്മ്യം പൂർത്തിയാകുന്നത്. ദേവി മാഹാത്മ്യത്തിലെ ഏറ്റവും ഗുണം കിട്ടുന്ന അധ്യായം മാത്രം ഞാൻ വായിക്കുന്നു. ബാക്കി ആ ദേവിയുടെ ഉത്ഭവമോ ദേവിയുടെ യുദ്ധങ്ങളോ ദേവി സ്വർഗലോകം തൊട്ട് ഐരാവതം പാരിജാതം തൊട്ട് അങ്ങനെയുള്ള വിവിധ സാധനങ്ങൾ വാങ്ങിച്ച് ദേവന്മാർക്ക് കൊടുക്കുന്നതോ ദേവന്മാരെ അനുഗ്രഹിക്കുന്നതോ ഇതൊന്നും നമുക്കറിയണ്ട. നമുക്ക് ആ 12 അധ്യായം അല്ലെ 11 അധ്യായത്തിലെ ഏറ്റവും സുഖം കിട്ടുന്നത് മാത്രം നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വാർത്ഥമതികളാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് ദേവി മാഹാത്മ്യം ജപിക്കുമ്പോൾ ദേവി കവചം 1 അധ്യായം, ദേവി കവചം 2 അധ്യായം, ദേവി കവചം 3 അധ്യായം അങ്ങനെ ജപിക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും ഇന്ന അധ്യായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ജപിക്കാം. ഇതല്ലെങ്കിൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂറിൻ്റെ ദേവി മാഹാത്മ്യം 13 അധ്യായം വായിക്കാം. അതിനകത്ത് ഇഷ്ടമുള്ളൊരു അധ്യായം മാത്രം വായിച്ചിട്ട് എനിക്ക് ദേവി അനുഗ്രഹിക്കണം എന്ന് പറയുന്നതിനോട് എന്നെ സംബന്ധിച്ച് അത് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാമായണത്തിൽ ഒരധ്യായം വായിക്കുക, ഏറ്റവും ഗുണം കിട്ടുന്നതിനൊക്കെ ബാക്കിയൊക്കെ രാമായണം വായിക്കണം, അങ്ങനെയല്ലല്ലോ. നമ്മളതിൻ്റെ ആ ഒരു ചരിത്രം അറിയണമല്ലോ, എങ്ങനെയാണിത് സംഭവിക്കണേ. കാരണം അത് ദേവിയുടെ ജനനം തൊട്ട് ഉള്ള ഒരു കഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ രൂപം മാത്രമാണ് ദേവി മാഹാത്മ്യം. അപ്പം ദേവി മാഹാത്മ്യം അങ്ങനെ ജപിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. ഈ ദേവി മാഹാത്മ്യത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ദേവി മാഹാത്മ്യം എവിടെ ഇരിക്കുന്നോ അവിടെ ദുരിതം ഉണ്ടാവില്ല. ദേവി മാഹാത്മ്യം ആരുടെ കയ്യിൽ വെക്കുന്നോ അവർക്ക് സങ്കടങ്ങളുണ്ടാവില്ല. ദേവി മാഹാത്മ്യം ജപിക്കുന്നവന് ഒരിക്കലും നഷ്ടങ്ങൾ എന്ന് പറഞ്ഞ കഥയുണ്ടാവില്ല. ഇന്ന് ചെയ്തിട്ട് നാളെ വേണമെന്നല്ല. ദേവി മാഹാത്മ്യം ജപിക്കുന്ന ഒരാളെ സന്തതി പരമ്പര സമ്പത്ത് കൊണ്ടുണ്ടായിട്ട് ഈ ജപിക്കുന്നയാളെ പൂർണ്ണമായി സംരക്ഷിക്കും, അങ്ങനെയെങ്കിൽ പറയുന്നുണ്ട്. സമ്പത്ത് കൊണ്ട് ആറാടും ദേവി മാഹാത്മ്യം ജപിച്ചാൽ എന്ന് പറയാം. അപ്പം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ദേവി മാഹാത്മ്യം എപ്പോഴാണ് ജപിക്കേണ്ടത്? ഏത് നാമങ്ങളായാലും നമ്മൾ ഒന്നല്ല രാവിലെ അല്ല വൈകുന്നേരം, അതിനകത്ത് എല്ലാ നാമങ്ങളിലും നമ്മൾ എപ്പോഴാണ് ജപിക്കേണ്ടത് അത് എന്നൊരു ചോദ്യമില്ല. കാരണം രാവിലെ ചില മന്ത്രങ്ങൾ മാത്രം നമ്മൾ വൈകുന്നേരം പാടില്ല. ഇപ്പം മഹാമൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പാടില്ല, നമ്മൾ പറയാറുണ്ട്. ദ്വാദശാക്ഷിയെക്കുറിച്ച് നമ്മൾ പാടില്ല ഇത്ര സമയം കഴിഞ്ഞപ്പോൾ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ദേവി മാഹാത്മ്യം രാവിലെ വൈകുന്നേരമൊക്കെ ജപിക്കാം, അതിന് വിരോധമില്ല. കാരണം ദേവി മാഹാത്മ്യം ജപിക്കുന്നവർക്ക് അടുത്തത് മത്സ്യമാംസാദികൾ കഴിക്കാമോ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ശരിക്ക് നമ്മൾ ആഹാരികളല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ ആരും കഴിക്കരുതേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. ഞാനത് വെറുതെ ഒരു മണ്ടത്തരം പറയുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് പറയണത്. ഇപ്പം രാവിലെ ജപിക്കാമെങ്കിൽ രാവിലെ ഭക്ഷണശുദ്ധിയുടെ പ്രശ്നം വരുന്നില്ല. രാവിലെ കുളി കഴിയുമ്പോൾ നമ്മുടെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം കുളിച്ച് ജപിക്കുമ്പോൾ രാവിലെ തന്നെ അത് കഴിയുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ അശുദ്ധികൾ നമ്മളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ കുളിച്ചമ്പലത്തിൽ പോവുക, അതാണ് ചിട്ട വെച്ചേക്കണത്. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകുന്നതിൻ്റെ ചിട്ട എന്തിനാ? ഈ രാവിലെ പോകുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഒന്നും അശുദ്ധികൾ നമ്മളെ ബാധിക്കാതിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. വൈകുന്നേരമായ നിവൃത്തിയില്ലേ കുളിച്ചിട്ടായാലും ജപിക്കുക, അതുകൊണ്ട് ഇപ്പോൾ വിരോധമൊന്നുമില്ല. പുരാണ പാരായണമായതുകൊണ്ട് മന്ത്രങ്ങളുടെ ഒരു ക്രോഡീകരണമല്ലല്ലോ, പാരായണമാണല്ലോ, അതുകൊണ്ട് അത് ദോഷമായി വരും എന്ന് വിചാരിക്കല്ല. ഈ ദേവി മാഹാത്മ്യം വെക്കുന്നത് പോലും, നമ്മുടെ കുടുംബത്തെ ദേവി മാഹാത്മ്യം പുണ്യഗ്രന്ഥമാണ്, അത് വെക്കുന്നത് പോലും ഒരു വിഗ്രഹത്തെ, ലക്ഷ്മിയെ നമ്മൾ എപ്രകാരം കാണുമോ അപ്രകാരം വെക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഐശ്വര്യത്തിലേക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. ആപാദിക്കും കരണീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന സ്മരണയുഗം. അതായത് ആരെ? ഭഗവതിയെ, അംബികയെ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചരണയുഗളം, ഭഗവതിയായ നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നു എന്നാ പറയണേ. മനസ്സിലാവുന്നുണ്ടോ? ദേവി മാഹാത്മ്യത്തിലെ ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിക്കുക വഴി നമ്മുടെ ദുരിതങ്ങൾക്ക് മോചനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ദേവി മാഹാത്മ്യ പാരായണത്തിലൂടെ കിട്ടുന്ന എന്താ? വളരെ കേമായി നിൽക്കുന്ന പാരായണത്തിലൂടെ കുടുംബത്തിൽ ഉത്തരോത്തര അഭിവൃദ്ധി എന്ന് പറയണേ. എല്ലാം സ്വിച്ചിട്ട കിട്ടണം എന്ന് പറയണ പോലെയല്ല, അത് നിർബന്ധമായിട്ട് അതിൻ്റെ രീതിയിൽ ജപിച്ചു പോവുക. നമ്മളിങ്ങനെ അത് ആവർത്തിച്ച് ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞൊരു ഹോമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂകാംബികയിലൊക്കെ നടക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തൊക്കെ നടക്കണമെങ്കിൽ അത്രയും കോസ്റ്റ്ലിയാണ്. സാധാരണഗതിക്ക് ആരും അതിന് ശ്രമിക്കാറില്ല. പക്ഷെ ചണ്ഡികാ ഹോമം എന്ന് പറയുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ആ ഹോമത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദേവി മാഹാത്മ്യൻ്റെ മന്ത്രങ്ങളാണ്. ദേവി മാഹാത്മ്യം തന്നെയാണ് ജപിക്കുന്നത്. അപ്പോൾ ഈ ദേവി മാഹാത്മ്യം നമ്മൾ ഒരു ലക്ഷ്മി സങ്കല്പത്തിൽ വെച്ച വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് ആ എല്ലാ ദിവസവും ജപിക്കുമ്പോൾ ആ ചണ്ഡികാദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ദുർഗാദേവിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വരുമ്പോൾ, ഒരാവർത്തി, രണ്ടാവർത്തി, മൂന്നാവർത്തി, നാലാവർത്തി, അഞ്ചാവർത്തിയൊക്കെ ആയി കഴിയുമ്പോൾ ആ ചണ്ഡികാ ഹോമത്തിൻ്റെ 1000 ഇരട്ടി, ഒരു സഹസ്ര ചണ്ഡികാ ഹോമം നടത്തിയ ഫലത്തിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് 13 ദിവസം മതി ഒരു പ്രാവശ്യം. 13 ദിവസം മതി. ഒരു മാസം 26 ദിവസം കിട്ടും. എത്ര തവണ നിങ്ങൾക്ക് ജപിക്കാം? മിനിമം 24 തവണയെങ്കിലും ഒരു വർഷം ജപിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ദേവി മാഹാത്മ്യം പരിപാവനമാണ്, ശ്രേയസ്കരമാണ്, ഐശ്വര്യപ്രദമാണ്, ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനത്ത് നൽകുന്നതാണ്, സന്തതി പരമ്പരകൾക്ക് സമ്പൽ സമൃദ്ധി നൽകുന്നതാണ്, ശ്രേഷ്ഠമാണ്. എങ്ങനെയാണോ എപ്രകാരമാണോ ഒരു ഭഗവതിയെ ആദരിക്കേണ്ടത് അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കണേ എന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട്. വിദ്യയായിട്ടായാലും സ്വത്തായിട്ടായാലും ഒക്കെ അതൊക്കെ 4-5 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവി മാഹാത്മ്യം ജപം വളരെ കേമാണ്, സൂക്ഷിക്കുന്നത് കേമാണ്, സ്മരിക്കുന്നത് കേമാണ്, ഭഗവതിയെ ദർശനത്തിൽ കൊണ്ടുവരുന്നവരും കേമാണ്. അതുകൊണ്ട് ദേവി മാഹാത്മ്യത്തിൻ്റെ ഒരു സംശയവും വേണ്ട. എങ്ങനെ നമുക്ക് ജപിക്കാവുന്ന സാധനമാണ്. ധൈര്യമായിട്ട് ജപിച്ചോളൂ. ധൈര്യമായിട്ട് അനുഗ്രഹം വരട്ടെ. എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടട്ടെ. ഒരുപാട് ആൾക്കാർ ദേവി മഹാത്മ്യം ജപിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ കുടുംബത്തെ കിട്ടിയതിനെക്കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് പേഴ്സണലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ ആനന്ദമാണ്. കാരണം വെച്ചാൽ ഭഗവതിയുടെ നാമങ്ങൾ, ഭഗവതിയുടെ കർമ്മങ്ങൾ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കലിയുഗത്തിൽ അവർക്ക് കിട്ടുന്ന മോക്ഷത്തിലൂടെ ഈ ജനവിഭാഗത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്തജന കൂട്ടായ്മയ്ക്ക് കിട്ടുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഗംഭീരമായതുകൊണ്ട് വളരെ നല്ല ഒരു ദേവി ഉപാസകയാകുന്നത് നല്ലതാണ്. അത് വിദ്യയുടെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്മിയുടെയും എന്ന് വേണ്ട എല്ലാ ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ്. സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന, ആരോഗ്യപ്രദമായി നിൽക്കുന്ന ഒരു ജീവിതത്തിന് ദേവി മാഹാത്മ്യം അത്യുത്തമാണ്. നമസ്കാരം.